യെസ്, ഹലോ ഹലോ എല്ലാവർക്കും. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിലെ 8ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് സ്ഫെറിക്കൽ മിറേഴ്സ്, ഗോളീയ ദർപ്പണങ്ങൾ. ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ചാപ്റ്റർ ആണിത്. കാരണം ഇത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഇതിനേക്കാളും ഒക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻസ്. സോ ഇപ്പോഴേ നിങ്ങൾ ബേസിക്സ് ക്ലിയർ ആയിട്ട് തന്നെ മുന്നോട്ട് പോവാ കേട്ടോ. സോ അത്യാവശ്യം ഇത്തിരി വലിയൊരു ചാപ്റ്റർ ആണ്, കുറെ വരയ്ക്കാനൊക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആണ്. സോ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു ബുക്ക് എടുക്കുക, സ്കെയിൽ എടുക്കുക, പെൻസിലൊക്കെ എടുക്കുക. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വരച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും രാവിലെ ക്ലാസ്സിൽ പോവാൻ നേരത്ത് നല്ല അണിഞ്ഞൊരുങ്ങി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടല്ലേ പോവാറ്? അപ്പൊ എന്താ നിങ്ങൾ നോക്കാറ്? ഒരു കണ്ണാടി ചെന്ന് നോക്കുന്നു, 1 മണിക്കൂർ ടൈം എടുത്ത് റെഡി ആകുന്നു അല്ലേ? ഈ കണ്ണാടിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കാണും. അപ്പൊ അതെന്താ? കണ്ണാടി എന്ന് പറയുന്ന ഒരു മിറർ ആണ് അല്ലെ? ഒരു മിറർ. ആ മിററിനെ പറ്റിയുള്ള ഒരു ചാപ്റ്റർ ആണിത്. പക്ഷേ ആ ഒരു മിറർ എന്ന് പറയുന്നത് പ്ലെയിൻ മിറർ ആണ്, നിവർന്നിട്ടുള്ള നേരെയുള്ള ഒരു ടൈപ്പ് മിറർ ആണ് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള മിറർ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ കാറിന്റെ സൈഡിലുള്ള മിറർ, കാറിന്റെ സൈഡിലൊരു മിറർ ഇല്ലേ? പിന്നെ ചിലവരൊക്കെ ഷേവ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, ക്ലാസ്സിലുണ്ടാവും. അവരൊക്കെ ഈ ഷേവിങ് മിറർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അവർക്കൊരു ചെറിയൊരു വളവുണ്ട്, ഒരു കർവുണ്ട്. അങ്ങനെയുള്ള കർവ്ഡ് ആയിട്ടുള്ള മിറേഴ്സിനെ പറ്റി പഠിക്കുന്ന ചാപ്റ്റർ ആണ് ഇത്, സ്ഫെറിക്കൽ മിറേഴ്സ്. ഓക്കെ, നമ്മൾ പ്ലെയിൻ മിറർ പഠിക്കൂല, ബട്ട് 2 കർവ്ഡ് മിറേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 2 കർവ്ഡ് മിറേഴ്സ്? സ്ഫെറിക്കൽ മിറേഴ്സിനെ, ഗോളീയ ദർപ്പണങ്ങളെ നമ്മൾ 2 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തത് കോൺകേവ് മിറർ, കോൺകേവ് ദർപ്പണങ്ങൾ. രണ്ടാമത്തത് കോൺവെക്സ് മിറർ, കോൺവെക്സ് ദർപ്പണങ്ങൾ. ഓക്കെ, കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ ഒരു കേവ് പോലെയാണ് അവൻ ഇരിക്കുക. അത്ര ഓർത്തിരിക്കുക. കേവ് എന്ന് പറഞ്ഞ എന്താ? ഒരു ഗുഹ പോലെ ഇരിക്കും. അതാണ് കോൺകേവ് മിറർ. അങ്ങനെ തന്നെ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോ. ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന മെത്തേഡ് അതാണ്. കോൺകേവ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഹ പോലെ ഇരിക്കുന്നു. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്നു, നമ്മുടെ വയറൊക്കെ പോലെ. ഓക്കെ, നോക്കിക്കോ. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു സ്പിയർ എടുക്കുകയാണ്, ഒരു ഗോളം എടുക്കുകയാണ് കേട്ടോ. ഒരു ഗോളത്തിന്റെ ഒരു പാർട്ട്, അതാണ് സ്ഫെറിക്കൽ മിറേഴ്സ്. ഒരു ഗോളത്തിന്റെ ഒരു പാർട്ട്, അതാണ് സ്ഫെറിക്കൽ മിറേഴ്സ്. ആ പാർട്ടിൽ ഈ പോർഷൻ കണ്ടോ? ഈ ഒരു പോർഷൻ കണ്ടോ? ഈ ഒരു പോർഷൻ നോക്കി ഒരു ഗുഹ പോലെ ഇരിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാണ് കോൺകേവ്. എന്നാൽ ഈ ഗോളത്തിന് വേറൊരു പാർട്ടും കൂടി ഉണ്ടല്ലോ അല്ലേ? ആ പാർട്ടാണ് ഞാനിവിടെ മിററായിട്ട് എടുക്കുന്നതെങ്കിൽ ഈ പാർട്ട് ഞാൻ എടുത്തു. അതെങ്ങനെയാ? നമ്മുടെ വയറ് പോലെ തള്ളി നിൽക്കുകയല്ലേ? അതാണ് കോൺവെക്സ്. ഓക്കെ, മനസ്സിലായല്ലോ? കോൺകേവ് എന്ന് പറഞ്ഞാൽ ഒരു കേവ് പോലെ നിൽക്കുക, കോൺവെക്സ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് തള്ളി നിൽക്കുക. സോ ഈ 2 മിറേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ്. അപ്പൊ ഇത് എന്തായാലും ബേസിക്സ് മനസ്സിലാക്കിയിരിക്കുക. ഈ കോൺകേവ് മിറേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീടിന്റെ മുകളിലൊക്കെ ഒരു ടിവിയുടെ ഡിഷൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ നമ്മുടെ സോളാർ വന്ന് വീഴുന്നത് എന്താ? കോൺകേവ് മിറേഴ്സിലാണ്. കോൺകേവ് മിറർ ഇതേപോലെ കേവ് പോലെ ഇരിക്കുന്നത് കോൺകേവ് ആണ്. എന്നാൽ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന ടൈമിൽ നല്ല വലിയ വളവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടാവുമല്ലോ, പുറത്തോട്ട് തള്ളിയാണോ നിൽക്കുന്നത്? അതൊരു കോൺവെക്സ് മിറർ ആണ്, ഒരു കോൺവെക്സ് ദർപ്പണമാണ്. അപ്പൊ ഇനി നിങ്ങൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് കോൺവെക്സും കോൺകേവ് ഒക്കെ നോക്കുക. നമ്മുടെ ചുറ്റും ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പഠിക്കും ഇവന്റെ യൂസസ്. ഓക്കെ, mirrors whose reflecting surfaces form a part of a sphere are called spherical mirrors. എന്താ പറയുന്നത്? പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. ഒരു സ്പിയറിന്റെ പാർട്ടാണല്ലോ ഇവര്, അതുകൊണ്ട് തന്നെ ഇവരെന്താ? സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയും. പിന്നെ 2 തരത്തിലുള്ള സ്ഫെറിക്കൽ മിറേഴ്സ് ഉണ്ട്, കോൺകേവ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്. എന്താണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. കർവ്ഡ് ഇൻവേർഡ്സ് ആണെങ്കിൽ, അകത്തേക്ക് തള്ളി നിൽക്കുന്നതാണെങ്കിൽ കോൺകേവ് ആണ്. കർവ്ഡ് ഔട്ട്വേർഡ്സ് ആണ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്നവരാണെങ്കിൽ കോൺവെക്സ് ആണ്. ഓക്കെ, ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഇനി ഇതിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വരയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഈ ഒരു ഇമേജ് ഫോം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ കോൺവെക്സ് മിററിന്റെയും കോൺകേവ് മിറേഴ്സിനെയും കുറച്ച് ബേസിക് ആയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. നോക്കാം. ഒന്നാമത്തെ ആണ് സെന്റർ ഓഫ് കർവേച്ചർ, വക്രതാ കേന്ദ്രം. നമ്മൾ പറഞ്ഞല്ലോ, ഒരു കോൺകേവ് മിറർ അല്ലെങ്കിൽ ഒരു കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് ഒരു സ്ഫിയറിന്റെ ഭാഗമാണ് അല്ലെ? ആ സ്ഫിയറിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ, വക്രതാ കേന്ദ്രം. ദ സെന്റർ ഓഫ് ദ സ്ഫിയർ ഈസ് കോൾഡ് സെന്റർ ഓഫ് കർവേച്ചർ. അതിന് നമ്മൾ സി എന്ന് ഡിനോട്ട് ചെയ്യും. ഈ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനി മുന്നോട്ട് പോകുന്തോറും നമുക്ക് ആവശ്യമുള്ള ഒരാളാണ് ഈ സി.
അപ്പോൾ ഓർത്തിരിക്കണം സി എന്ന് പറയുന്നത് ആ സ്ഫിയറിന്റെ സെന്റർ ആണ്. ഇനി രണ്ടാമത്തെ ആൾ റേഡിയസ് ഓഫ് കർവേച്ചർ, വക്രത ആരം. ഈ സെന്ററിൽ നിന്ന് നിങ്ങൾ കണ്ടല്ലോ, ഈ സെന്ററിൽ നിന്ന് നമ്മുടെ സ്ഫിയറിലോട്ട് വരക്കുന്ന ഒരു റേഡിയസ് ഉണ്ടാവുമല്ലോ, ഒരു ആരം. അതാണ് എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ ടു ദ ഇമേജ് സർഫസ് ഓഫ് ദ സ്ഫെറിക്കൽ മിറർ ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ആ വക്രത കേന്ദ്രത്തിൽ നിന്നും ഗോളീയ ദർപ്പണത്തിന്റെ പ്രതിപതലത്തിലേക്കുള്ള അകലമാണ് വക്രത ആരം. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആർ എന്നാണ് കേട്ടോ, ക്യാപിറ്റൽ ആർ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് അറിഞ്ഞിരിക്കണം, ക്യാപിറ്റൽ ആർ. ഓക്കെ, സോ സി കഴിഞ്ഞു, ആർ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ആൾ ആരായിരിക്കും? കേട്ടിട്ടുണ്ടോ? ഇവൻ ആരായിരിക്കും? നമ്മൾ നേരത്തെ റേഡിയസിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഡയമീറ്ററിനെ പറ്റിയാണ്. ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ. അവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഡയമീറ്റർ എന്നൊന്നുമല്ല, അപ്പർച്ചർ. അപ്പർച്ചർ. ഓക്കെ, അപ്പർച്ചർ ഡയമീറ്റർ ആണ്. നേരത്തെ റേഡിയസ് ആയിരുന്നു, ഇപ്പോൾ ഡയമീറ്റർ ആണ്, അത്രേ ഉള്ളൂ. The diameter of the circular reflecting surface of the spherical mirror is called aperture. മൂന്നാമത്തെ ആളാണ് കേട്ടോ. ഇനി നാലാമത്തെ ആള്. Here comes ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ആശാനാണ് പി. പി ഇമ്പോർട്ടൻ്റ് ആണ്. അവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, പോൾ. നല്ല രസമല്ലേ കേൾക്കാനായിട്ട്? പോൾ. നമുക്ക് കൂട്ടുകാരുടെ പേരൊക്കെ ഉണ്ടാവുമല്ലോ, ഇന്ന പോൾ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അക്ഷര പോൾ എന്നൊക്കെ പറഞ്ഞിട്ട്, ആ പോൾ. PAUL അല്ല, POLE ആണ് പോൾ. ഓക്കെ, ഈ പോൾ എന്ന് പറഞ്ഞാല് മിഡ് പോയിന്റ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കോൾഡ് പോൾ. ഇതാണല്ലോ നമ്മൾ എടുക്കുന്ന ആ മിററിന്റെ ഒരു പോർഷൻ. ആ പോർഷന്റെ നടുഭാഗം, മിഡിൽ പോയിന്റ് ആണ് എന്ത്? പോൾ. ഓക്കെ, മാറിപ്പോകരുത്, മിഡിൽ പോയിന്റ് ആണ് പോൾ. സി പി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സീനെ ഇമ്പോർട്ടൻ്റ് ആണ്, പിനെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അഞ്ചാമത്തെ ഒരാളുണ്ട്, അവനാണെന്ത്? ഈ സിയും പിയും തമ്മിൽ നമ്മൾ ഒരു വര വരച്ചാൽ അവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യാക്ഷം. ഇവനും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിയും എന്താ? ദ ഇമാജിനറി ലൈൻ കണക്ടിങ് ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ പോൾ. വക്രതാ കേന്ദ്രത്തിനെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന സാങ്കല്പിക നേർരേഖയാണ് ഗോളീയ ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷം. ഓക്കെ, 5 പേര് നമ്മൾ പഠിച്ചു. 5 പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മിറർ നമ്മളിങ്ങനെ വരച്ചാൽ സി ഇതേ ഇവിടെ വരും, പി ഇതേ ഇവിടെ വരും. ഈ വരേനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇത്രയും ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളവരെ ഡെഫിനിഷനും പഠിച്ചിട്ടുണ്ടാവും. യെസ്, ഇനി നമ്മൾ പഠിക്കുന്നതാണ് റിഫ്ലക്ഷൻ ഇൻ സ്ഫെറിക്കൽ മിറേഴ്സ്. ഗോളീയ ദർപ്പണത്തിലെ പ്രതിപതനം എന്താണ്? നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളതല്ലേ, ഒരു മിറർ. ആ മിററിലേക്ക് വന്ന് ഒരു റേ വന്ന് വീഴുന്നു. ഇതെന്താ? ഇത് നോർമൽ ആണല്ലേ, ഇവനെന്താ? റിഫ്ലക്ട് ചെയ്തു പോകും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ആംഗിൾ, ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും, പതന കോണും പ്രതിപതന കോണും എന്താ? തുല്യമാണ് അല്ലേ? ആരുടെ കേസിൽ? പ്ലെയിൻ മിറേഴ്സിന്റെ കേസിൽ. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്ഫെറിക്കൽ മിറേഴ്സിന്റെ കേസിലും. ഒരു സ്ഫെറിക്കൽ മിറർ എടുക്കുകയാണെങ്കിൽ നോക്കിയേ, ആ സ്ഫെറിക്കൽ മിററിൽ വരുന്ന ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും സെയിം ആയിരിക്കും. ഓർത്തിരിക്കുക കേട്ടോ. ഇൻ സ്ഫെറിക്കൽ മിറേഴ്സ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. പതന കോണും പ്രതിപതന കോണും സെയിം ആയിരിക്കും. ദെൻ യെസ്, ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. നമ്മൾ പതിയെ പതിയെ തുടങ്ങുകയാണ്, ബേസിക്സിന്ന് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി മിറേഴ്സ് 2 തരമുണ്ട്. സ്ഫെറിക്കൽ മിറേഴ്സ് 2 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ. ഇനി നമുക്ക് കോൺകേവ് മിററിൽ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുക? ഞാൻ ഒരു പ്ലെയിൻ മിററിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഇമേജ് അവൻ ഫോം ചെയ്ത് തരുന്നുണ്ട് അല്ലേ. സോ കോൺകേവ് മിററിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ അവൻ എവിടെയായിരിക്കും എൻ്റെ ഇമേജ് ഫോം ചെയ്ത് തരിക? അറിയണ്ടേ? നിങ്ങൾ ഷേവ് ചെയ്യുന്ന സമയത്ത് ഷേവിംഗ് മിററിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നുണ്ട്, അവൻ കോൺകേവോ കോൺവെക്സോ അതിലൊരാളാണ്. അതാരാണ് നമ്മൾ പഠിക്കും. അവൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇമേജ് ഫോം ചെയ്ത് തരിക? അറിയണ്ടേ? അതാണ് ഈ ചാപ്റ്റർ. ഓക്കെ, യെസ്. ഇനി കോൺകേവ് മിറർ ഞാൻ വരക്കാണ്, എൻ്റെ കൂടെ തന്നെ വരച്ചോളാം കേട്ടോ. ഒരു കോൺകേവ് മിറർ വരക്കാം, സി മാർക്ക് ചെയ്യുക, പി മാർക്ക് ചെയ്യുക, പ്രിൻസിപ്പൽ ആക്സിസ് മാർക്ക് ചെയ്യാം. യെസ്, ഇനി ഞാൻ വരക്കുന്നത് ഇതേപോലെ പാരലൽ ആയിട്ടുള്ള റേകൾ വന്ന് എൻ്റെ മിററിൽ വന്ന് വീഴുകയാണ്. പാരലൽ റേസ് എന്താ? ഇങ്ങനെ വന്ന് വീഴുകയാണ്.
നിങ്ങൾക്കറിയോ ആ മിററിൽ വന്നത് ടച്ച് ചെയ്തിട്ട് അവൻ എങ്ങോട്ട് തെറിച്ചു പോകുന്നു? എനിവൺ? അത് ഇങ്ങനെ പോകും. കണ്ടോ? ഇവൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ തട്ടിയിട്ട് ഇങ്ങനെ പോകും. ഇവൻ ഇവിടെ ഒന്ന് തട്ടിയിട്ട് ഇങ്ങനെ പോകും. കണ്ടോ? അങ്ങനെ ഓരോ റേയും പാസ് ചെയ്തു പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ ഫോക്കസ്. എഫ്, ഡിനോട്ടഡ് ബൈ എഫ്. അതായത് റേകൾ വന്ന് വീണിട്ട് അത് റിഫ്ലക്ട് ചെയ്തു പോകുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. പാരലൽ റേസ് ആയിരിക്കണം. പാരലൽ റേ വന്ന് വീഴുന്നു, അവൻ ഫോക്കസിലൂടെ തിരിച്ചു. ഓക്കെ, ഓർത്തിരിക്കാം, ഇമ്പോർട്ടൻറ്റ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ കോൺകേവ് മിറർ. കോൺകേവ് മിററിന്റെ കേസിലാണെങ്കിൽ the light rays that falls parallel to the principal axis pass through a particular point on the principal axis after reflection. എന്താ പറയുന്നത്? ഒരു കോൺകേവ് ദർപ്പണത്തിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിൽ ഒരു പ്രത്യേക ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ആ പ്രത്യേക ബിന്ദുവിന് നമ്മൾ കൊടുത്ത പേരാണ് എന്ത്? ഫോക്കസ്. എഫ്, ഫോക്കസ്. കോൺകേവ് മിററിന്റെ ഫോക്കസ് വരക്കാൻ ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കണം, കോൺകേവ് മിററിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ മിററിന്റെ ഫ്രണ്ടിലല്ലേടാ? ഫ്രണ്ടിലാണ്. ഓക്കെ. എന്നാൽ കോൺവെക്സിന്റെ എങ്ങനെയായിരിക്കും? ഇത് അതിന്റെ ഒരു ഫിഗർ ആണ് കേട്ടോ. ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മൾ കോൺവെക്സ് മിററിന്റെ ഫോക്കസ് എവിടെ വരും എന്ന് അറിയണ്ടേ? കോൺകേവ് മിററിന്റെ ഫ്രണ്ടിലായിരിക്കും ഫോക്കസ് വരിക. എന്നാൽ കോൺവെക്സിന്റെ കേസിലോ? കോൺവെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിത് വയറ് പോലെ നിൽക്കും അല്ലെ? കുംഭം വയറൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ വീട്ടില്. എൻ്റെ അച്ഛൻ്റെ ഒക്കെ വയറ് ഇതേപോലെയാണ്. സോ ഇതേപോലെ കുംഭം പോലെ വയറുള്ളതാണ് കോൺവെക്സ് മിറർ. സോ കോൺവെക്സ് മിററിന്റെ ഫോക്കസ് എവിടെ വരും? കോൺവെക്സ് മിററിന്റെ സി അകത്തായിരിക്കും വരിക. പി ദേ ഇവിടെ വരും. ഒന്ന് വരച്ചു നോക്കിയടാ നിങ്ങള്. എങ്ങനെ വരും? ഇതേപോലെ പാരലൽ റേസ്, സമാന്തരമായിട്ട് കുറെ റേകൾ വന്ന് വീഴുന്നു. അവൻ ഇതേപോലെ പോകും. കണ്ടോ? തെറിച്ചു പോകും. അവിടെ വന്ന് വീണിട്ട് തെറിച്ചു പോകും. പക്ഷേ നമുക്ക് മനസ്സിലാവും ഇവരൊരു പ്രത്യേക ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. കണ്ടോ? അതായത് ആ മിററിന്റെ അകത്തുള്ള ഏതോ ഒരു പോയിന്റിൽ നിന്ന് അവർ വരുന്നതായിട്ട് നമുക്ക് തോന്നും. ആ പോയിന്റ് ആണ് എന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ്. അത്രേ ഉള്ളൂ. നമ്മുടെ കോൺകേവിന്റെ കേസിൽ അത് മുന്നിലായിരുന്നു. ബട്ട് കോൺവെക്സിന്റെ കേസിൽ അത് അകത്താണ്. അത്രേ ഉള്ളൂ. ഓക്കെ. In convex mirror, the light rays that fall parallel to the principal axis after reflection appears to diverge from a particular point on the axis. എന്താ പറയുന്നത്? ഒരു കോൺവെക്സ് ദർപ്പണത്തിന് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന പ്രകാശരശ്മികള് പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിൽ ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. ആ പ്രത്യേക ബിന്ദുവാണ് എന്ത്? നമ്മുടെ പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, യെസ്. ഇനി എന്താണ്? ഇപ്പൊ നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താന്ന് പറഞ്ഞല്ലോ. എന്തായിരിക്കും ഫോക്കൽ ലെങ്ത്? ഒന്നുമില്ലടാ, സിമ്പിൾ ആണ്. In spherical mirrors, the distance from the pole to the principal focus is called focal length. ഈ പോളില്ലേ നമ്മൾ പഠിച്ചത്? ഈ പോളും എഫും തമ്മിലുള്ളത് ഈ ദൂരമാണ് എന്ത്? ഫോക്കൽ ലെങ്ത്. ഈ ദൂരം. ഓക്കെ, അത് നമ്മൾ മീറ്ററിലാണ് അളക്കുന്നത്. അത് നിങ്ങളുടെ വേർഡ്സിൽ എഴുതിയാൽ മതി കേട്ടോ, ഫോക്കൽ ലെങ്ത് എന്താണെന്ന്. ബട്ട് ഇവിടെ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഫോക്കൽ ലെങ്ത്തും നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചറോട് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. ഈ എഫ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയായിരിക്കും. നിങ്ങൾ നോക്കിയേ, ഇതല്ലേ നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ. ഇത് നമ്മുടെ ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ ഈ ഫോക്കൽ ലെങ്ത്തിന്റെ ഇരട്ടിയായിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയായിരിക്കും ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഇത്രയുള്ള ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയായിരിക്കും. ഇത് ബേസ് ചെയ്ത് പ്രോബ്ലംസ് വരാറുണ്ട്. പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം. വാട്ട് വുഡ് ബി ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺകേവ് മിറർ വിത്ത് എ ഫോക്കൽ ലെങ്ത് ഓഫ് 40 സെന്റിമീറ്റർ? ഈസി അല്ലേ? നമ്മൾ ചെയ്തു പോലും നോക്കണ്ട, പെട്ടെന്ന് എന്താ മൈൻഡിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട എന്താ? റേഡിയസ് ഓഫ് കർവേച്ചർ. നമ്മൾ പറഞ്ഞു ഫോക്കൽ ലെങ്ത്തിന്റെ ഇരട്ടിയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. എന്ത് വരും ഇവിടെ? 2 × F, 2 × 40 80 എന്ന് വരും അല്ലെ? 80 സെന്റിമീറ്റർ. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി റേ ഡയഗ്രാം ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്. ഇവിടെ മുതലാണ് നമുക്ക് ബുക്ക് വേണ്ടത്, പെൻസിൽ വേണ്ടത്, സ്കെയില് വേണ്ടത്, റബ്ബറും വേണ്ടത്. ഓക്കെ, നോക്കാം.
ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്നത് നോക്കിക്കോ, കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിലും റേകൾ വന്ന് വീഴും. പതിക്കുന്ന റേകൾ വന്ന് വീഴുന്നു. അവരെങ്ങനെയാണ് അതുമ വന്ന് തട്ടിയിട്ട് തിരിച്ചു പോകുന്നത്? ഒരു 8 റൂളുകളുണ്ട്. ആ 8 റൂളുകൾ പഠിച്ചിട്ട് വേണം നമുക്ക് റേ ഡയഗ്രാംസ് വരക്കാൻ. ഇത് ശരിക്കും ഒരു ബേസിക് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുക. നമുക്ക് ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ കയറ്റുക, വരച്ച് വരച്ച് തന്നെ പഠിക്കുക. ആദ്യത്തത് ഫസ്റ്റ് നോക്കിക്കോ, ഇത് ഏത് മിററാണ്? കോൺകേവ്, കേവ് പോലെ ഇരിക്കുന്നു, ഗുഹ പോലെ ഇരിക്കുന്നു. കോൺകേവ് മിററിൽ ഇതേപോലെ ഒരു പാരലൽ റേ വന്ന് വീണാൽ ഏതിലേ പോകും? ഇതല്ലേ നമ്മള് പാരലൽ ആയിട്ട് വന്ന് വീഴുന്ന റേ ഫോക്കസിലൂടെ പോകൂലേ? ഫസ്റ്റ് റൂൾ. ഇനി കോൺവെക്സിന്റെ കേസിൽ പാരലൽ ആയിട്ട് വരുന്ന റേ എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്ത് പോകും, ഇതേപോലെ പോകും. കണ്ടോ, അത് എഫിൽ നിന്നും വരുന്നതായിട്ട് നമുക്ക് തോന്നും. സെക്കൻഡ് റൂള്. ഇനി മൂന്നാമത്തെ റൂള്. നമ്മൾ ഇവിടെ പറഞ്ഞത് പാരലൽ ആയിട്ട് റേ വരുന്നു അല്ലേ, സമാന്തരമായിട്ട് റേ വരുന്നു, ഫോക്കസിലൂടെ പോകുന്നു. എന്റെ അടുത്ത ചോദ്യം, ഫോക്കസിലൂടെ ഒരു റേ വന്നാലോ? ഫോക്കസിലൂടെ ഒരു റേ വന്നു കഴിഞ്ഞാൽ അവൻ ഈ കോൺകേവ് മിററിനെ തട്ടിയിട്ട് എങ്ങോട്ട് പോകും? അവൻ പാരലൽ ആയിട്ട് പോകും. കണ്ടോ, ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. പാരലൽ ആയിട്ട് വരുന്നു, ഫോക്കസിലൂടെ പോകുന്നു, ഫോക്കസിലൂടെ വരുന്നു, പാരലൽ ആയിട്ട് കടന്നു പോകുന്നു. കണ്ടല്ലോ. കോൺവെക്സിന്റെ എന്ത് വരുവാടാ? ഫോക്കസിലൂടെ വരുന്നു എന്ന് പറഞ്ഞാൽ ഫോക്കസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്നു, ഫോക്കസിന്റെ നേരെ ഒരുത്തം വരുന്നു, എന്ത് ചെയ്യും? പാരലൽ ആയിട്ട് പോകും, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോകും. അത്രേ ഉള്ളൂ. കണ്ടോ, പാരലൽ ആയിട്ട് വരുന്നു, ഫോക്കസിലൂടെ പോകുന്നു, ഫോക്കസിലൂടെ വരുന്നു, പാരലൽ ആയിട്ട് പോകുന്നു. ഫസ്റ്റ് 4 റൂളുകൾ ഇതാണ്. ഓക്കെ, ഇനി 5ാമത്തെ റൂൾ ഉണ്ട്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് സിയിലൂടെ, സെന്റർ ഓഫ് കർവേച്ചറിലൂടെ വരുന്നു. അവൻ എങ്ങനെ പോകും? എനി ഐഡിയാസ്? അവൻ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി തന്നെ തിരിച്ചു പോകും. വന്ന വഴി മറക്കുന്നവനല്ല സി, ഓർത്തിരിക്കാം. സിയിലൂടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവൻ സിയിലൂടെ തന്നെ തിരിച്ചു പോകും. ഓക്കെ, ഇനി കോൺവെക്സിന്റെ കേസിൽ എന്ത് വരും? സീനെ ഫോക്കസ് ചെയ്ത് വരുന്നു, അവൻ സീനെ ഫോക്കസ് ചെയ്ത് തന്നെ തിരിച്ചു പോകും. സിയിലൂടെ വരികയാണെങ്കിൽ സിയിലൂടെ തന്നെ തിരിച്ചു പോകും. 5ാമത്തെ റൂളായി, 6ാമത്തെ റൂളായി. ഇനി നമുക്ക് 7 ഉണ്ട്, 8 ഉണ്ട്, 2 റൂൾ കൂടി ഉണ്ട്. നോക്കാം. അടുത്ത റൂൾ എങ്ങനെയായിരുന്നു? സി കൂടി വരുന്നു, സി കൂടി തന്നെ പോകുന്നു. ഇനി എങ്ങനെയായിരിക്കും വരിക? ഇതേ പോളിനെ ഫോക്കസ് ചെയ്ത് വരുന്നു, പോളിനെ ഫോക്കസ് ചെയ്ത് വന്നാൽ അവൻ ഏത് ആംഗിളിലാണോ വന്നത് അതേ ആംഗിൾ തിരിച്ചു പോകും. കണ്ടല്ലോ, അവിടെയും അതേപോലെ തന്നെ പിയിലേക്ക് വരുന്നു, അതേ ആംഗിളിൽ തന്നെ തിരിച്ചു പോകും. ഇതാണ് നമ്മുടെ 8 റൂളുകൾ. ഈ 8 റൂളുകൾ കാണാപ്പാടെ പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവാം. 8 റൂളുകൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം, അല്ലാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. റേ ഡയഗ്രാംസ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ സ്ഫെറിക്കൽ മിറേഴ്സ്. ഗോളീയ ദർപ്പണങ്ങൾ രൂപീകരിക്കുന്ന പ്രതിബിംബങ്ങളുടെ രേഖാചിത്രം. ഇത് 110% വേണ്ട, 200% ഉറപ്പായിട്ടും എക്സാമിന് പോയി. ഇതാണ് ദ ഹാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഹൃദയം. അത്ര ഇമ്പോർട്ടൻസ് ആണത്. ഇവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്റെ ഇമേജ് എനിക്ക് എവിടെ കിട്ടും? ഒരു കോൺവെക്സ് മിററിന്റെ മുന്നിൽ ഞാൻ ചെന്ന് നിന്നാൽ എന്റെ ഇമേജ് അവൻ എവിടെ തരും? അല്ലെങ്കിൽ കോൺകേവിന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ അവൻ എവിടെ എനിക്ക് ഇമേജ് തരും? ഓക്കെ, നോക്കാം. ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ. കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണം നോക്കാം. ഏറ്റവും ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കോൺകേവ് മിറർ ആണല്ലോ എടുത്തത്. ഈ കോൺകേവ് മിററിന്റെ അങ്ങ് ഇൻഫിനിറ്റിയിൽ ഞാൻ ചെന്ന് നിൽക്കുകയാണ്. ഇൻഫിനിറ്റിയിൽ ഞാൻ ചെന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എന്റെ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നല്ലേ അറിയേണ്ടത്. എന്ത് ചെയ്യും? എന്റെ മേത്ത് നിന്നുള്ള, അല്ലെങ്കിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്, എന്റെ മേത്ത് നിന്നുള്ള റേകൾ പാരലായിട്ട് ഇതേപോലെ വരും. പാരലായിട്ട് വന്നിട്ട് നമ്മൾ പറഞ്ഞതല്ലേടാ, പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തിലൂടെ പോകും? ഫോക്കസിലൂടെ പോകും. കണ്ടല്ലോ, ഫസ്റ്റ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ എന്റെ ഇമേജ് കിട്ടുന്നത് എവിടെയായിരിക്കും? ഫോക്കസിലായിരിക്കും. പൊസിഷൻ ഓഫ് ഇമേജ്, പ്രതിബിംബത്തിന്റെ സ്ഥാനം അറ്റ് എഫ്, ഫോക്കസിലായിരിക്കും. ദെൻ ഫീച്ചർ ഓഫ് ഇമേജ്. എന്റെ ഇമേജിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇതാണ് എക്സാമിന് ചോദിക്കുക. ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്. എന്തൊക്കെയാണ്?
റിയൽ ആയിരിക്കും, എന്താണ് യഥാർത്ഥമായിരിക്കും. ദെൻ ഇൻവേർട്ടഡ് ആയിരിക്കും, തല തിരിഞ്ഞിട്ടായിരിക്കും കിട്ടുക. മൂന്നാമത്തത് സ്മോൾ ആയിരിക്കും. എനിക്ക് ഇത്രയും ഹൈറ്റ് ഉണ്ടെങ്കിൽ എന്റെ ഇമേജ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായിട്ടായിരിക്കും കിട്ടുക. ആൻഡ് ഈ റിയൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, യഥാർത്ഥമായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലെ? യഥാർത്ഥമാണോ അല്ലെങ്കിൽ മിഥ്യയാണോ എന്നറിയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ഒരു മിറർ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് എന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് ഫ്രണ്ടിലാണ്, ഇമേജ് ഫോം ചെയ്യുന്നത് മിററിന്റെ ഫ്രണ്ടിലാണെങ്കിൽ അത് റിയൽ ആയിരിക്കും. എന്നാൽ ബാക്കിലാണെങ്കിൽ അത് വിർച്വൽ ആയിരിക്കും, അതായത് അതൊരു മിഥ്യയായിരിക്കും, നമുക്കൊരു തോന്നലായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ എന്തൊക്കെയാണ്? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, വെരി സ്മോൾ ആണ്. യഥാർത്ഥമാണ്, തലകീഴായതാണ്, വെറുതെ വളരെ ചെറുതാണ്. ഇനി രണ്ടാമത്തെ കേസ്, ഇത് ഞാൻ ഇൻഫിനിറ്റിയിലാണോ നിൽക്കുന്നത്, അങ്ങ് അനന്തതയിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ പയ്യെ പയ്യെ മുന്നോട്ട് വരികയാണ്. ഞാൻ പതിയെ വന്നതേ ഈ സിയുടെ മുന്നിൽ വന്ന് നിന്നു, സിയുടെ തൊട്ടിപ്പുറം, സെന്റർ ഓഫ് കർവേച്ചറിന് തൊട്ടിപ്പുറം വന്ന് നിന്നു. എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 2 റേകൾ നിങ്ങൾ വരക്കണം, 2 റേസ് വരക്കണം. ആദ്യത്തെ റേ ഞാൻ വരക്കുകയാണത്, പാരലായിട്ട് പോകുന്നു. അവൻ എന്തിലേ പോകും? സിയിലൂടെ പോകും, സമ്മതിച്ചല്ലോ. ഇനി ഇവിടെ നിന്ന് വരുന്ന ഒരു രണ്ടാമത്തെ റേ നിങ്ങൾ വരക്കണം. രണ്ടാമത്തെ റേ നിങ്ങൾ വരച്ചിട്ടുണ്ടാകണം. ഒന്നാമത്തെ റേ പാരലായിട്ട് വന്നു, ഫോക്കസിലൂടെ പോയി. ഇനി ഞാൻ രണ്ടാമത്തെ റേ വരക്കണം. എന്നിട്ട് ഈ 2 റേ കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് എവിടെയാണോ അവിടെയായിരിക്കും എന്റെ ഇമേജ് ഫോം ചെയ്യാൻ. ഇതാണ് ടെക്നിക്ക്. ഓക്കെ, ഞാൻ രണ്ടാമത്തെ റേ ഫോക്കസിലൂടെ പോകുന്നതായിട്ട് വരച്ചു. കണ്ടോ? ഇത് എവിടെ മീറ്റ് ചെയ്തു? ഈ രണ്ടും കൂടി എവിടെ മീറ്റ് ചെയ്തു? ആദ്യം പാരലായിട്ട് വന്നു, ഫോക്കസിലൂടെ പോയി. രണ്ടാമത് ഫോക്കസിലൂടെ വന്നു, അവൻ അവിടെ തട്ടിയിട്ട് ഏതിലേ പോയി? പാരലായിട്ട് പോയി. ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്ത് ഈ പോയിന്റിലേടാ, അവിടെ ആയിരിക്കും എന്റെ ഇമേജ് കിട്ടും. ഓക്കെ അല്ലേ? ഇതേപോലെ കിട്ടും. ടെക്സ്റ്റിൽ വേറെ രീതിയിൽ വരച്ചിട്ട് ഏത് രീതിയിൽ വരച്ചാലും കുഴപ്പമില്ല. ഇൻ കേസ് ഇത് സിയിൽ കൂടി പോകുന്നു, സി കൂടി പോയി കഴിഞ്ഞാൽ സി കൂടി തന്നെ തിരിച്ചു വരും. അപ്പോഴും നിങ്ങൾക്ക് പൊസിഷൻ ഓഫ് ദ ഇമേജ് കിട്ടാൻ പോകുന്നത് സിയുടെയും എഫിന്റെയും ഇടയിലായിരിക്കും. ആൻഡ് ആ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? റിയൽ ആണ്, കാരണം ഫ്രണ്ടിലാണ് ഫോം ചെയ്തത്. ഇൻവേർട്ടഡ് ആണ്, തലകീഴായതാണ്. ആൻഡ് ഡിമിനിഷർ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആട്ടോ. യെസ്, രണ്ടാമത്തെ കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് ഒബ്ജക്റ്റ് അഡിഷൻ. ഞാൻ പയ്യെ, നേരത്തെ അങ്ങനെ എന്നതയിലായിരുന്നു, ഞാൻ പയ്യെ സീഡ് ഇപ്പുറത്തോട്ട് വന്നു. ഇനി ഞാൻ സീല് വന്ന് നിൽക്കാൻ പോവാണ്. ഞാൻ സീല് നിന്നു. സീല് ഒരു പ്രത്യേകതയുണ്ട്, നോക്കാം എങ്ങനെയാണ്. ഞാൻ 2 റേകൾ വരക്കണമല്ലോ. ഞാൻ 2 റേ വരക്കുകയാണ്. ആദ്യത്തേത് ഇങ്ങനെ പോയിട്ട് എഫിലൂടെ പോകുന്നു. രണ്ടാമത്തെ എഫിലൂടെ പോയിട്ട് ഇങ്ങനെ പോകുന്നു. ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടോ? ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണല്ലോ എൻ്റെ ഇമേജ് കിട്ടുക. ആ പോയിന്റ് എവിടെയാണ്? സിയുടെ അവിടെ തന്നെ. ഞാൻ സിയിലാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ ഇമേജ് കിട്ടുന്നത് സി തന്നെ ആയിരിക്കും. അവന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കോടാ? നോക്കി, കണ്ടല്ലോ, എന്തൊക്കെയായിരിക്കും? റിയൽ ആയിരിക്കും, മുന്നിലായതുകൊണ്ട്. ഇൻവേർട്ടഡ് ആണ്, ബട്ട് നോക്കിയേ സെയിം സൈസ് ആണ്. ഇത്രയും നേരം എന്നേക്കാൾ ചെറിയ ഇമേജസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. ബട്ട് ഇവിടെ നോക്കിയേ സെയിം സൈസ്, ഒരേ വലിപ്പമുള്ള ഇമേജസ് കിട്ടി. കണ്ടല്ലോ, അത് സിയിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ. സിയിൽ നിന്നാലാണ് സെയിം സൈസ് ഉള്ള ഇമേജ്. യെസ്, ഇനി ഞാൻ സിയിൽ നിന്ന് പയ്യെ വീണ്ടും മുന്നോട്ട് പോവാണ്. സിയുടെയും എഫിന്റെ ഇടയിൽ വന്ന് നിൽക്കുകയാണ്. നോക്കിക്കോ, സിയുടെയും എഫിന്റെയും ഇടയിൽ വന്ന് നിൽക്കുന്നു. ഇതേപോലെ നിങ്ങൾ വരച്ചാൽ മതിയിട്ട് 2 റേകൾ വരക്കുക. 2 റേകളൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണോ അവിടെയാണ് നിങ്ങൾക്ക് ഇമേജ് കിട്ടുക. സിന്റെ എഫിന്റെ ഇടയിൽ ഞാൻ നിൽക്കുന്നു. 2 റേസ് ഞാൻ വരച്ചു. ഒന്നാമത്തെ റേ പോയിട്ട് എഫ് കൂടി പോകുന്നു. രണ്ടാമത്തെ എഫ് കൂടി പോയിട്ട് പാരലായിട്ട് പോകുന്നു. എനിക്ക് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ് കിട്ടിയത്? എവിടെയാണ്? സിയുടെ. കണ്ടല്ലോ, എന്റെ ഇമേജിന്റെ സൈസും എന്റെ ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും നോക്കിയേ. എന്റെ ഇമേജ് കുറച്ചുകൂടി വലുതല്ലേ കിട്ടിയത്? കണ്ടോ? യെസ്, പൊസിഷൻ ഓഫ് ദ ഇമേജ് കിട്ടുന്നത് ബിയോണ്ട് സി ആണ്. സിയുടെ തൊട്ടിപ്പുറം. അവന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? യഥാർത്ഥമാണ്, അതായത് റിയൽ ആണ്, മാഗ്നിഫൈഡ് വലുതാണ്. ഇവിടെ മുതലാണ് വലുത് തുടങ്ങുക കേട്ടോ. വലുത് തുടങ്ങുന്നത് ഇവിടെ മുതലാണ്. ദെൻ എന്താ? ഇൻവേർട്ടഡ്, തലകീഴായതാണ്. യെസ്, ഇനി അടുത്തത്, ഇപ്പൊ ഞാൻ സിന്റെ എഫിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ പയ്യെ എഫിലോട്ട് പോവുകയാണ്. എഫിലോട്ട് പോകുന്നു. നോക്കി, പയ്യെ നീങ്ങി അങ്ങ് ദൂരേന്ന് പയ്യെ നീങ്ങി എന്റെ മിററിന്റെ അടുത്തേക്ക് നടക്കുകയാണ് കേട്ടോ. ഞാനപ്പോ എഫിന്റെ അവിടെ എത്തി. എഫിന്റെ അവിടെ ഞാൻ അതേ നിൽക്കുകയാണ് കേട്ടോ. ഈ നിൽക്കുന്നതാണ് ഞാൻ. ഫസ്റ്റ് റേതേ ഇങ്ങനെ പോയി, അവൻ ഇതിലേ പോകും, എഫിലൂടെ പോകും. രണ്ടാമത്തെ റേതേ ഇങ്ങനെ പോയിട്ട്
എന്തിലേ പോകും? സിയിലൂടെ പോകും. ഈ രണ്ട് റേയും കൂടി മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാകും. എവിടെയാണെന്നറിയോ? അങ്ങ് ദൂരെ. എവിടെ? അങ്ങ് ദൂരെ, മലേഷ്യയിൽ എന്നൊക്കെ പറയൂലേ? യെസ്, അതേപോലെ അങ്ങ് ദൂരെ ഇൻഫിനിറ്റിയിൽ ഇവർ മീറ്റ് ചെയ്യും. അങ്ങനെ ഇൻഫിനിറ്റിയിൽ എനിക്ക് എന്ത് കിട്ടും? എന്റെ ഇമേജ് കിട്ടും. യെസ്, ആ ഇമേജ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. നേച്ചർ ഓഫ് ദി ഇമേജ് പഠിക്കണം കേട്ടോ. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, എൻലാർജ്ഡ് ആണ്. എൻലാർജ്ഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ 5 കഴിഞ്ഞല്ലോ. ഇനി അവസാനത്തെ കോൺകേവിന്റെ മിററിലെ ലാസ്റ്റത്തെയാണ്. എഫിന്റെയും പിന്റെയും ഇടയിലോട്ട് ഞാൻ പോവാണ്. എഫിന്റെയും പിന്റെയും ഇടയിലോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു പാരലൽ റേ പോകുന്നു, അവൻ എഫിലൂടെ പോകുന്നു, ആൻഡ് സിയിലൂടെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും കൂടി ഇവിടെ മീറ്റ് ചെയ്യൂല. കാരണം നോക്കി, ഇത് ഇങ്ങനെ പോകും, ഡൈവേർട്ട് ആയിട്ട് പോകും. പക്ഷേ ഇവർ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടും. എവിടെയാണെന്നല്ലേ? ആ മിററിന്റെ അകത്ത്, ഇൻസൈഡ് ദ മിറർ, അല്ലെങ്കിൽ മിററിന്റെ ബിയോണ്ട്. കണ്ടോ? ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് അകത്ത് ഇമേജ് ഫോം ചെയ്യുന്ന ഒരു ഒറ്റ കേസ് ഉള്ളൂ. അത് ഇവിടെയാണ്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. എഫിനും പിക്കും ഇടയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ പൊസിഷൻ ഓഫ് ദി ഇമേജ് ബിഹൈൻഡ് ദാറ്റ് മിറർ വരിക കേട്ടോ. അവന്റെ പ്രത്യേകത എന്താണ്? വിർച്വൽ ആണ്. ഞാൻ പറഞ്ഞല്ലോ, മിഥ്യ എന്ന് പറഞ്ഞാൽ ഒരു മിററിന്റെ ബിഹൈൻഡിൽ ഇമേജ് ഫോം ചെയ്യണം. വിർച്വൽ ആണ്. എറക്റ്റ്. എറക്റ്റ് എന്ന് പറഞ്ഞെന്താ? നിവർന്നത്. ഇത്ര നേരം നമുക്ക് തലകീഴായതല്ലേ കിട്ടിയത്. ഈ കേസിൽ നോക്കി, ഈ കേസിൽ അങ്ങനെ ഭയങ്കര പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയായിരുന്നു? വിർച്വൽ ആണ്, എറക്റ്റ് ആണ്, ആൻഡ് മാഗ്നിഫൈഡ്, ഭയങ്കര വലുതാണ്. ഓക്കെ, ഇതാണ് ടേബിളിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അത് അങ്ങനെ തന്നെ പഠിക്കാം. ഇത് നമ്മുടെ മെറ്റീരിയൽ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ വെരി ഫാർ വെക്കുമ്പോൾ എവിടെയാണ് നമ്മൾ പൊസിഷൻ ഓഫ് ദി ഇമേജ് കിട്ടുക, അവന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. വരക്കാനും ചോദിക്കും, ക്യാരക്ടറിസ്റ്റിക്സും ചോദിക്കും, പൊസിഷൻ ഓഫ് ദി ഇമേജും ചോദിക്കും. ഇനി ഇത്ര നേരം നമ്മൾ പഠിച്ചത് കോൺകേവിന്റെ കേസ് അല്ലേ? കോൺവെക്സിന്റെ കേസ് ഉണ്ട്. ഒരൊറ്റ കേസ് ഉള്ളൂ ഇവിടെ. ഇത്ര നേരം നമ്മൾ 6 കേസ് പറഞ്ഞെങ്കിൽ ഇവിടെ ഒരൊറ്റ കേസേ ഉള്ളൂ. ആ കേസ് ഏതാണ്? കോൺവെക്സ് മിറർ നിങ്ങൾ വരക്കുക. കോൺവെക്സ് മിററിന്റെ കേസിൽ ഇതേപോലെ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്നു എവിടെയെങ്കിലും, ഇതേപോലെ റേ വരുന്നു. നമ്മൾ പറഞ്ഞതാണല്ലോ, പാരലൽ ആയിട്ട് വരുന്ന റേ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകും. നമുക്ക് എഫിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും, അല്ലേടാ? എഫിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഞാൻ വരക്കാൻ ഭയങ്കര അടിപൊളിയായതുകൊണ്ട് കറക്റ്റ് ആയിട്ടൊന്നും വരുന്നില്ല. മെറ്റീരിയൽ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ എല്ലാം. ഇനി നമുക്ക് രണ്ടാമത്തെ റേ വരക്കണ്ടേ? അവന്റെ സീനെ ഫോക്കസ് ചെയ്ത് പോകും. സീനെ ഫോക്കസ് ചെയ്ത് പോകും കേട്ടോ. സിയിലോട്ട് പോകുന്ന റേ നമ്മൾ പറഞ്ഞതാണല്ലോ, സി കൂടി വന്ന ആള് അതിൽ കൂടി തന്നെ തിരിച്ചു പോകും. ഈ എന്ന പോയിന്റ് വന്ന വഴി വറക്കുന്നവനല്ല. സിയിലോട്ട് വന്ന റേ അതിലൂടെ തന്നെ തിരിച്ചു പോകും. ഈ രണ്ട് റേ കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടോതെ, ഇവിടെയാണ് എൻ്റെ ഇമേജ്. ഓക്കെ, എൻ്റെ ഇമേജ് ഫോം ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് പിക്കും എഫിനും ഇടയിലായിരിക്കും. ആരുടെ കേസിൽ? കോൺവെക്സ് മിററിന്റെ കേസിൽ. യെസ്, നോക്കിക്കോ, അവന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എറക്റ്റ് ആയിരിക്കും, നിവർന്നതാണ്. വിർച്വൽ ആയിരിക്കും, ആൻഡ് ഡിമിനിഷ്ഡ് ആയിരിക്കും. മിഥ്യ, നിവർന്നത്, ചെറുത്. ഒറ്റ കേസേ ഉള്ളൂ ഇവന്റെ കേസിൽ. ആ ഒരു കേസ് അങ്ങനെ തന്നെ പഠിച്ചോളൂ. ഇനി റിയൽ ഇമേജും വിർച്വൽ ഇമേജിന്റെയും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. റിയൽ ഇമേജ് എന്ന്, യഥാർത്ഥ ഇമേജ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് ആയിരിക്കും, എപ്പോഴും തലകീഴായതായിരിക്കും. ഇവരെ നമുക്ക് എന്താ സ്ക്രീനിൽ ഫോം ചെയ്യിക്കാൻ പറ്റും. ആൻഡ് വിർച്വൽ ഇമേജിന്റെ കേസ് എന്താണ്? എറക്റ്റ് ആയിരിക്കും, നിവർന്നതായിരിക്കും. ഈ വിർച്വൽ ഇമേജ് അതൊരു ഒരു തോന്നലല്ലേ നമുക്ക്, അത് നമുക്ക് സ്ക്രീനിൽ ഫോം ചെയ്യിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ആ ഡിസ്റ്റൻസ്, അവരുടെ ഇമേജും ഹൈറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് അളക്കാൻ പറ്റില്ല. ആരുടെ കേസിൽ? വിർച്വൽ ഇമേജിന്റെ കേസിൽ. ബട്ട് ഇവിടെ എന്താ, നമുക്ക് അളക്കാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി പഠിക്കേണ്ടതാണ് മാഗ്നിഫിക്കേഷൻ. സിമ്പിൾ ആയുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റും ഇമേജിന്റെ ഹൈറ്റും ഉണ്ടല്ലോ, ഇവരുടെ റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ. സിമ്പിൾ ആണ്. എൻ്റെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് HO ആണ്. HO ആണ്. എൻ്റെ ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് HI ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് HI/HO ആണ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, ഇത് ബേസ് ചെയ്ത് പ്രോബ്ലംസ് വരാറുണ്ട്. ഓക്കെ, ഇനി പഠിക്കുന്നത് നമ്മൾ ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഈ സ്പെറിക്കൽ മിറേഴ്സ് എവിടെയൊക്കെയാണ് കാണാറ്, എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കാറ് നോക്കാം. സ്പെറിക്കൽ മിറേഴ്സ് ഇൻ ഡെയിലി ലൈഫ്, ഗോളീയ ദർപ്പണങ്ങൾ നിത്യജീവിതത്തിൽ എവിടെയൊക്കെയാണ് കാണാറ്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ
നമ്മൾ ഷേവ് ചെയ്യുന്നവരുണ്ടാവും, ഷേവിംഗ് മിറേഴ്സ്. അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നവര് എന്താ സ്പെറിക്കൽ മിറേഴ്സ് ആണ് യൂസ് ചെയ്യുക. കാരണം അവർക്ക് എൻലാർജ് ചെയ്ത് കാണാനാണ്. ഇവിടെ മുഖത്തുള്ള ഓരോ കുത്തും കോമയൊക്കെ നല്ല എൻലാർജ് ചെയ്ത് കാണണ്ടേ, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കും ഏത് സ്പെറിക്കൽ മിറേഴ്സ്. ആൻഡ് പല്ല് ഡോക്ടറിന്റെ അടുത്ത് പോകുന്ന സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പല്ല് ഡോക്ടേഴ്സ് ഒരു മിറർ അകത്തേക്ക് വെക്കാറില്ലേ, അത് ഏതാണത്? അതെന്താ സ്പെറിക്കൽ മിറർ ആണ്. ഉണ്ടല്ലോ, അതെ, ഇങ്ങനത്തെ ഒരു മിറർ ഉണ്ട്, സ്പെറിക്കൽ മിറർ ആണ്. ആൻഡ് ഷേവിംഗ് മിറേഴ്സ് ആർ സ്പെറിക്കൽ മിറേഴ്സ്. സോളാറിൽ ഉപയോഗിക്കുന്ന ആ ഒരു പാനൽ സ്പെറിക്കൽ. ഇനി കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കും? കോൺകേവ് മിറേഴ്സ് യൂസിങ് തെർമൽ പവർ പ്ലാന്റ്. ഷേവിംഗ് മിറേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ്. മേക്കപ്പ് മിറർ ഡെന്റിസ്റ്റുമാർ ഉപയോഗിക്കുന്നത്. ദെൻ ഫ്ലാഷ് ലൈറ്റ്സ് ആൻഡ് വെഹിക്കിൾ ഹെഡ്സ്, ടോർച്ച് വാഹനങ്ങളുടെ ഹെഡ് ലൈറ്റിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺകേവ്. ചോദിക്കാറുണ്ട്, കൺഫ്യൂഷൻ ആകും നിങ്ങൾക്ക്. ഞാനിപ്പോൾ അടുത്തെഴുതിയ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഈസ് യൂസ്ഡ് ആസ് ഷേവിംഗ് മിറേഴ്സ്. ഷേവിംഗ് മിറർ എനിക്ക് തെറ്റിപ്പോയി. ഞാൻ ഈ ചാപ്റ്റർ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓർത്ത് മര്യാദ മാർക്ക് വാങ്ങിച്ചു. അത് കോൺകേവ് ആണ്. അപ്പൊ കോൺവെക്സ് ആയിട്ട് നമുക്ക് തോന്നും, അത് പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്ന പോലെ തോന്നും. അല്ല, കോൺകേവ് ആണ്, കോൺവെക്സ് അല്ല കേട്ടോ. യെസ്. ഇനി കോൺകേവ് മിററിന്റെ കുറച്ച് യൂസുകൾ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് സോളാർ തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കാൻ കാരണം? എന്തുകൊണ്ടാണ്? ഇത് കോൺകേവ് ആയിട്ടിരിക്കല്ലേടാ. കോൺകേവ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പാരലൽ ആയിട്ട് റേകൾ വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഞാൻ പറഞ്ഞില്ലേ. അതായത് ഈ കോൺകേവ് മിറേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് വന്ന് വീഴുന്ന റേകളെ ഒരു പ്രത്യേക പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യിക്കാൻ പറ്റും അല്ലെ. ഫോക്കസ് ചെയ്യിച്ചാൽ അവിടെ അവർക്ക് ഹൈ എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഹൈ എനർജി ജനറേറ്റ് ചെയ്യാനാണല്ലോ നമ്മുടെ സോളാർ തെർമൽ പവർ പ്ലാന്റിന്റെ ഉദ്ദേശം. നോക്കിക്കോ, rays of light incident parallel to the principal axis pass through a principal focus after reflection. Principal focusലൂടെ കടന്നു പോകും. ആ പോയിന്റിൽ എന്താ, അവര് ഹയർ കോൺസെൻട്രേഷനിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഹീറ്റ് ഈസ് ജനറേറ്റഡ് അറ്റ് ദിസ് പോയിന്റ് ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഓഫ് എനർജി. ആ മൊത്തം എനർജിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക. Then why shaving mirrors are used as concave mirrors? എന്താണ് ഷേവിംഗ് മിറേഴ്സ് കോൺകേവ് ആവാൻ കാരണം? ഒന്നുമില്ല. If an object is placed between principal focus and pole of the concave mirror, ഫോക്കസിനും പോളിനും ഇടയിലാണ് ഒരു ഇമേജ്, ഒരു ഒബ്ജക്റ്റ് വെച്ചതെങ്കിൽ എറക്റ്റും എൻലാർജുമായിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊരു മിററിന്റെ മുന്നിൽ നിൽക്കുകയാണ്, നിങ്ങൾ അങ്ങ് ദൂരെ പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഷേവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മുഖത്തുള്ള കുത്തും കോമയും പാടുകളൊക്കെ. ഇല്ല, നിങ്ങൾ കുറച്ച് മുന്നോട്ട് വരിക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വന്ന് ആ മിററിന്റെ ഫോക്കസും ഫോക്കസും എന്താ പോളും തമ്മിൽ, പ്രിൻസിപ്പൽ ഫോക്കസും പോളിന്റെ ഇടയിൽ വന്ന് നിന്നാൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു ഇമേജ് കിട്ടും? എൻലാർജ് വിർച്വൽ ഇമേജ്. അതായത് നല്ല വലിയൊരു ഇമേജ് കിട്ടും. നിങ്ങളുടെ ഒരു ചെറിയ പോർഷൻ ആണ് നിങ്ങൾ കാണിക്കുന്നുള്ളെങ്കിൽ ആ പോർഷൻ നല്ല എൻലാർജ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണല്ലോ നമ്മുടെ കോൺകേവ് മിറേഴ്സിന്റെ, അതാണ് കോൺകേവ് മിറേഴ്സ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? മേക്കപ്പ് മിറേഴ്സ് ആയിട്ടും ഷേവിംഗ് മിറേഴ്സ് ആയിട്ടും ഉപയോഗിക്കാൻ കാരണം. ഓക്കെ, യെസ്. ഇനി ഇതേപോലെ കോൺവെക്സ് മിറേഴ്സിന് യൂസുകൾ ഉണ്ട്. എവിടെയാണ് ഉപയോഗിക്കുക? കാറിന്റെ സൈഡ് റിവർ വ്യൂ മിറേഴ്സ്. ഇതേതാണ്? കോൺവെക്സ് മിറേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് വലിയ വളവൊക്കെ ഉണ്ടെങ്കിൽ ആ വളവിലൊക്കെ വെക്കുന്നത് ഏത് മിററാണ്? കോൺവെക്സ് മിററാണ്. Large convex mirrors placed on the sides of roads with sharp turns. Through this, one can see vehicles coming from beyond the cars and thus reduce accident. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇത് അങ്ങ് ദൂരെയുള്ള അല വരെയും നമുക്ക് അടുത്ത് കാണിച്ചു തരാൻ പറ്റും. അതായോ, അതിനുവേണ്ടിയാണ് ഈ കോൺവെക്സ് മിറേഴ്സ് ഉപയോഗിക്കുക. കൊടും വളവുകളിലുള്ള റോഡുകളിൽ വലിയ കോൺവെക്സ് ദർപ്പണങ്ങൾ സ്ഥാപിക്കുന്നു. ഇവയിലൂടെ വളവുകൾക്കപ്പുറം നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയും. അതുവഴി അപകടങ്ങൾ കുറയ്ക്കും. ഓക്കെ, യെസ്. ഇനി നമ്മളിത് കണ്ടിട്ടുണ്ടല്ലോ സാധനങ്ങൾ എവിടെയാണ്? സ്ട്രീറ്റ് ലാംപ്സ്, സ്ട്രീറ്റ് ലൈറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കോൺവെക്സ്. യെസ്. അപ്പോ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്സ്. ഇനിയും ഉണ്ട് ഇതിൽ എക്സ്പെരിമെന്റ്സ് കാണിക്കുന്നുണ്ട്. ആ എക്സ്പെരിമെന്റ്സ് ഒക്കെ വായിച്ചു നോക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇതിൽ വരുന്ന റേ ഡയഗ്രാംസ് ആണ്. ആ റേ ഡയഗ്രാംസ് പഠിക്കാതെ കുഞ്ഞുമക്കൾ എക്സാം എഴുതാൻ പോകണ്ട. എക്സാമിന് എന്തായാലും ഉണ്ടാവും അത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കണം. നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് 3-4 മാർക്കിന്
ഇത് വരാറുണ്ട് എക്സാമിന്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ ഒക്കെ വരിക. നല്ല അടിപൊളിയായിട്ട് പഠിച്ച് എക്സാം ഒക്കെ എഴുതാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.